ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേയിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ രാവിലത്തെ കുറേ പ്രിപ്പറേഷൻസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. ഉച്ച കഴിഞ്ഞുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ചായക്ക് എടുത്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. വൈറ്റ് ബോക്സിൽ ബനാന ബ്രെഡാണ്. അപ്പോൾ ഞാൻ പഴം ഇച്ചിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു സാധനമാണ് ബനാന ബ്രെഡ്. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത് പുളിവാറൽ എന്ന് പറയുന്നൊരു ഐറ്റമാണ് കേട്ടോ, എൻ്റെ ഉമ്മയുടെ ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മുടെ കോൽപ്പുളിയുടെ ഷേപ്പിൽ അരിപ്പൊടിയും ചെറുപഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. എന്തെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വ്ളോഗ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ബദാമും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചായക്ക് നമ്മൾ കഴിച്ച കാര്യങ്ങൾ. രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത് അടിച്ചെടുത്താൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൈൻഡറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അൾട്രയുടെ ചെറിയൊരു ഗ്രൈൻഡറാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ ഞാൻ അപ്പം മാവ് ചെയ്തിരുന്നത് മിക്സിയിലാണ്. ഗ്രൈൻഡറൊക്കെ എടുത്ത് വയ്ക്കാനുള്ള മടിക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം മാവ്, ഒരു 2 ദിവസത്തിനുള്ള മാവ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തന്നെ ആവും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അപ്പം ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മാവിൻ്റെ റെസിപ്പി പറയുകയാണെങ്കിൽ 2.5 കപ്പ് അരി, പച്ചരി അല്ല, ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. പച്ചരി വെച്ചിട്ടും ഇഡ്ഡലി റൈസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അടുത്തായിട്ട് അപ്പം മാവ് അത്ര കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് ഞാനൊന്ന് ബസ്മതി റൈസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ 2.5 കപ്പ് അരി, പിന്നെ 2 വലിയ പിടി തേങ്ങ, ഏകദേശം അത്രയും തന്നെ ക്വാണ്ടിറ്റി ചോറ്, പിന്നെ അതുപോലെ മുന്നേ നമ്മൾ അപ്പത്തിന് യൂസ് ചെയ്ത മാവില്ലേ, പുളിമാവ്, അതും ഏകദേശം ഒരു 3 വലിയ സ്പൂൺ പുളിമാവൊക്കെ ഏകദേശം കണക്കാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ വരെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പുളിമാവ് വെച്ചിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു പുളിമാവിൻ്റെ മെത്തേഡിലോട്ട് തിരിച്ചു വരാനാണ് ആഗ്രഹം, ഈസ്റ്റ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിന് തൊട്ട് മുന്നേ ട്രൈ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കരിക്കിൻ വെള്ളം, അതുപോലെ തേങ്ങാ വെള്ളം, ഇതൊക്കെ യൂസ് ചെയ്ത് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അതുപോലെ നമ്മുടെ കയ്യിൽ കരിക്കുണ്ടെങ്കിൽ തേങ്ങ യൂസ് ചെയ്യുന്നതിന് പകരം കരിക്ക് യൂസ് ചെയ്താലും അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, കരിക്കും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും. അതുപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്ന വേറൊരു ഐറ്റമാണ് അവൽ. ചുവന്ന അവലായാലും കുഴപ്പമില്ല, അതുപോലെ വെള്ള അവലായാലും കുഴപ്പമില്ല. അത് നമുക്ക് ചോറിന് പകരമായിട്ട് ഈ അവൽ ചേർത്താലും അപ്പം നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ അവലൊന്നും ചേർത്തിട്ടില്ല, ഇപ്പോൾ ചോറാണ് ചേർക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ നന്നായിട്ട് ഈ അരിയൊക്കെ പറ്റിപ്പിടിക്കും. അത് നമ്മൾ നല്ലോണം ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ചിരണ്ടി ഇട്ട് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത്, വെള്ളം കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ മൂടിയുടെ മേലെ കൈവച്ച് നിൽക്കണ്ടേ. ഇതങ്ങനെയൊന്നുമില്ല, നമുക്ക് ആ ഗ്രൈൻഡർ ഓൺ ആക്കിയിട്ട് നമ്മുടെ ആ ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊത്തിരി ടൈം സേവിങ് അല്ലേ. പിന്നെ ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് വേറെ എന്ത് പണികൾക്ക് വേണമെങ്കിലും പോവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ അഴുക്കോ വേറെ എന്തെങ്കിലും പാറ്റയോ പല്ലിയോ അങ്ങനെയൊന്നും വീഴുന്നത് നമുക്ക് പേടി വേണ്ട. അപ്പോൾ അതവിടെ ഇരുന്ന് അരഞ്ഞോളും. പിന്നെ അതുപോലെ മിക്സിയിൽ നമ്മൾ അരയ്ക്കുന്ന അത്ര സ്മൂത്തായിട്ട് ഇതിങ്ങനെ കിട്ടില്ല കേട്ടോ. കുറച്ച് തരിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഈ സിങ്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ലുലുന്ന് വാങ്ങിച്ചതാണ്. നാച്ചുറൽ കിച്ചൺ ക്ലീനർ എന്ന് പറഞ്ഞാൽ റോബിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ പുതിയ ബ്രാൻഡാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു നാച്ചുറൽ ക്ലീനറാണ്, ബയോഡിഗ്രേഡബിൾ, ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ കണ്ടതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം സിങ്ക് നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇതിൻ്റെ വേറെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, ബാത്റൂം ക്ലീനിങ് പ്രോഡക്റ്റ്സ് എല്ലാം ഇവരുടെ ഉണ്ട്. അപ്പോൾ ലുലുലല്ലാതെ വേറെ ഷോപ്സിലോ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഒന്ന് ചെന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കറ്റാർവാഴയാണ്. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കറ്റാർവാഴയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. 2 പോട്ടിലാണ് എനിക്ക് കറ്റാർവാഴയുള്ളത്. അപ്പോൾ വെയിലൊക്കെ ആയത് കാരണം അവരൊക്കെ ഇച്ചിരി വാടിയൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും വെള്ളമൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചെടിച്ചട്ടിയിലായിട്ട് കറ്റാർവാഴയുണ്ട് കേട്ടോ. അത് തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ട്.
അതുപോലെ 2 വേപ്പിൻ്റെ തൈയുണ്ട്. ഒരാൾ നല്ല ഉഷാറായിട്ട് വലിയ വലിപ്പത്തിലാണ്. ദാ ഈ ഒരു വേപ്പ് ഇച്ചിരി ചെറുതാണ്, എന്നാലും പൊടിച്ചു വരുന്നുണ്ട്. പിന്നെ ദാ ഈ ബൊഗെയിൻവില്ല, ഇത് കുറേ നാളായി ഫ്ലവർ ചെയ്തിട്ട്, അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ബൊഗെയിൻവില്ല 4 കളറിലുണ്ട്: പിങ്ക്, ക്രീം, പിന്നെ യെല്ലോ, അതുപോലെ വയലറ്റ് ഒട്ടും പൂത്തിട്ടില്ല കേട്ടോ. പിന്നെ ദാ ഈ ഒരു കുറ്റിമുല്ല, അപ്പോൾ ഇതും ഇങ്ങനെ ഫ്ലവർ ചെയ്യാനൊക്കെ മടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇലകളെല്ലാം നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ദാ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ കാർട്ടിലോട്ട് വലിച്ചിടുന്ന പോലെ നമുക്ക് ഷോപ്പ് ചെയ്യാം. അതുപോലെ അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും എല്ലാം നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൗകര്യമായിട്ട് തോന്നി. അപ്പോൾ മിനിമം 250 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ഫ്രീ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് പുറത്ത് പോകാൻ ചാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ലേറ്റായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു തരും. നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. കാര്യം നമ്മൾ ഷോപ്പിലൊന്നും അധികം പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വെക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അടുത്ത പരിപാടി ഈ സ്റ്റൗ ക്ലീനിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റൗ നമ്മുടെ റെൻറ്റൽ അപ്പാർട്ട്മെൻറ്റിലെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റൗ ആണ്, 2 ബർണറിൻ്റെ. അപ്പോൾ എനിക്ക് അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്തൊരു സ്റ്റൗ ആണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. 2 വലിയ ബേണേഴ്സാണ്. നമ്മുടെ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഗ്യാസൊക്കെ വേസ്റ്റ് ആവുന്ന തരത്തിലാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റൗ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ബേണേഴ്സ് എല്ലാം നല്ലോണം ശരിക്കും നാശമായിട്ടുണ്ട്. അത് ഇങ്ങനെ കത്തിയിട്ട് അതിനിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കണം. ഈ കമ്പികളും എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചത് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ആ ബേണേഴ്സ് എല്ലാം നല്ല അതിൻ്റെ ഷൈനൊക്കെ പോയി ശരിക്ക് ഒരു തുരുമ്പ് പിടിച്ച അവസ്ഥ, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ പറ്റിയ ബ്രഷ് കാണിച്ചിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 3 മെറ്റൽ ബ്രഷ് ഉണ്ട്. ഒരെണ്ണം പ്ലാസ്റ്റിക് ആണ്, ബാക്കി മെറ്റൽ വയറ് വരുന്ന നല്ലൊരു ബ്രഷ്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഏരിയാസൊക്കെ സ്റ്റബേൺ ആയിട്ടുള്ള സ്റ്റെയിൻസൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ആ 3 പീസ് ബ്രഷിൻ്റെ സെറ്റ്. ഇതിൽ യെല്ലോ കളറ് പ്ലാസ്റ്റിക് വയറുള്ള ബ്രഷാണ്, ബാക്കി 2ഉം ഒരു മെറ്റൽ കൈൻഡ് ഓഫ് ബ്രഷുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ സ്റ്റൗ ക്ലീനിങ്. അപ്പോൾ കട്ടിയുള്ള അഴുക്കൊക്കെ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബ് വെച്ചിട്ട് ക്ലീൻ ചെയ്യില്ലേ, അതേ ഒരു ഇഫക്റ്റാണ്. പക്ഷേ ഇങ്ങനെ തിന്നായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. കുഞ്ഞു നിങ്ങൾക്ക് കണ്ടാലറിയാം, കുഞ്ഞു ഏരിയാസാണ്, അതിൽ ആ സ്റ്റീൽ സ്ക്രബ് അങ്ങ് ഇറങ്ങില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടി ഏരിയാസിലെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ സിങ്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്ത അതേ ക്ലീനർ തന്നെയാണ് കേട്ടോ ഇതിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അത് കുറച്ച് നേരം അങ്ങിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നെങ്കിൽ അഴുക്ക് ഇനിയും എളുപ്പത്തിൽ പോരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ തന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലീനിങ് വേഗം ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്ത് തീർക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതെന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്രഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ കുഞ്ഞു ഏരിയാസിലൊക്കെ നമുക്ക് നല്ലോണം ഈ പല്ലിൻ്റെ ഇടയിൽ നമ്മൾ ബ്രഷ് ഇടുന്ന പോലെ തന്നെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും അതിൻ്റെ അഴുക്ക് പോകാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്താലേ നല്ല വൃത്തിയാവുള്ളൂ. അപ്പോൾ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഇനി കുറച്ച് ചെയ്തിട്ട് ബാക്കി ഇനി അടുത്തൊരു ദിവസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യെല്ലോ ബ്രഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, റെഡും ബ്ലാക്കും ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഒരു സോഫ്റ്റ് തുണി വെച്ചിട്ട് ആ ഇളകി പോകുന്ന അഴുക്കൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പണിയായിരുന്നു അത്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസമൊക്കെ കുക്ക് ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് കത്തുന്നും ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റൗവ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ഇങ്ങനെ നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെന്തായാലും ആവശ്യാനുസരണം നമ്മൾ കറക്റ്റായിട്ട് അത് സർവീസ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അടുപ്പ് കത്തുകയും ചെയ്യും, അതുപോലെ ഗ്യാസ് ഒത്തിരി ലാഭിക്കാനും നമുക്ക് പറ്റും. സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ബർണറിൻ്റെ ചുറ്റുമുള്ള കറുത്ത സർഫസ് ഞാൻ അധികം ക്ലീൻ ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള സമയമായി. അപ്പോൾ അത് നന്നായിട്ട് സോപ്പിട്ടിട്ട് സ്ക്രബ് ചെയ്ത് ചെയ്യാനുണ്ട്. അതെന്തായാലും ഇനിയൊരു ദിവസം ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വരുന്ന വീക്കെൻഡ് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പെൻഡിങ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൈറ്റ് റൈഡ് എന്ന് പറയാം, രാത്രിയാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഫാമിലിയോടുകൂടി നമ്മൾ നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും നല്ല രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി നല്ല സന്തോഷമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാനും അവരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലാരിവട്ടം പാലം. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്തത്. നല്ല കറക്റ്റായിട്ട് ഞാൻ പലപ്പോഴും ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. രാത്രിയും വൈകുന്നേരവും നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു പണിയായിരുന്നു പാലാരിവട്ടം പാലത്തിൻ്റെ. അപ്പോൾ ശരിക്കും അവരുടെ വർക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. അതായത് ഏത് ജോലിയും കൃത്യമായി പ്ലാൻ ചെയ്ത് അത് ഓരോരോ ദിവസത്തിന് കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഏതൊരു ടഫ് ടാസ്കും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു പാഠം കൂടി പാലാരിവട്ടം പാലം കാണുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാം. ഷോപ്പിംഗ് മോൾസൊക്കെ മുന്നത്തേലും കുറേയും കൂടി ആക്റ്റീവായി എന്ന് പറയാം. അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മോൾസിലെല്ലാം. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ മടങ്ങിയെത്തി. അപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത ഗ്രോസറി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൽ ചീത്താവുന്ന ഐറ്റംസ് ഇല്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ളതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സൺഡേ തന്നെയായിരുന്നു. സൺഡേ നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആവാൻ വിചാരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ആ വീക്ക് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സൺഡേ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷനും കുറച്ച് ടിപ്സ് ആൻഡ് ഐഡിയാസും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.